കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. തങ്ങൾ ഏകാഗ്രാചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും ഞാൻ അന്യൻ എന്ന് പറഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. സഹോദരങ്ങളെ, അങ്ങനെ പറയാൻ മറ്റാർക്കും കഴിയത്തില്ല. ഞാൻ മാറ്റമില്ലാത്തവനാണ്. ഞാൻ കൂടെ ഇരിക്കാം. ലോകത്തിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുറപ്പായി പറയാൻ ഏത് മനുഷ്യർക്ക് കഴിയും? ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷേ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞത് അവിടെ നിന്നാണ്. എൻ്റെ അർത്ഥം, ഏതൊക്കെ വെല്ലുവിളികൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിനൊന്നും നമ്മെ തൊടുവാൻ കഴിയാതെ വണ്ണം അവിടുത്തെ വിശുദ്ധ രക്തത്താൽ മുദ്രയിട്ട് നമ്മളെ മറയ്ക്കും. പ്രൈസ് ഗോഡ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. രക്ഷിക്കുന്ന വീരനായി അവിടെ നമ്മുടെ മധ്യമുണ്ട്. ദൈവം അതിൻ്റെ മധ്യമുണ്ട്. അത് കുലുങ്ങിപ്പോകുകയില്ല. ഞാനാകുന്നു എന്ന് അരുളി ചെയ്ത വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും തിരിച്ചറിയാൻ ദൈവയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ അനുഭവം നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറയും, പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഓടിപ്പോകേണ്ട ഘട്ടം വന്നപ്പോൾ താൻ പറയുകയാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ പറയാൻ ഒരു ഭക്തന് മാത്രമേ പറ്റുള്ളൂ. ജീവിതത്തിൽ അകത്തുനിന്നും പുറത്തുനിന്നും പീഡനം വന്നപ്പോൾ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടപ്പോൾ, ജീവനോടിരിക്കുമോ എന്ന് പോലും അത്യന്തം ഭാരപ്പെട്ടപ്പോൾ പൗലോസ് പറയുന്നു, ഇന്നലെ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. പ്രത്യാശയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ ആ കർത്താവിൽ ആശ വച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ കർത്താവാണ്. ഞങ്ങളുടെ പ്രത്യാശ കർത്താവാണ്. പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ അവിടുന്ന് ഒരു നാടും നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടെ ഇരിക്കാം. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. യഹോഭക്തിയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യാശയ്ക്ക് അത് നഷ്ടപ്പെടാൻ, അതില്ലാതാവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് അവിടുന്ന് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ആഴത്തിൽ നിന്നും ആഴിയിൽ നിന്നും തിരികെ കയറ്റാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴും പെരുവെള്ളം മീതെ കവിയാതെ അതിനതിരുവെച്ച് ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എത്രയോ തവണ മുക്കിക്കളയുമെന്ന് യോർദാനും സമുദ്രമൊക്കെ വാദിച്ചപ്പോൾ അതിനെ വന്ന വഴിക്ക് തിരിച്ചുവിട്ടില്ലേ? സമുദ്രമേ, നീ ഓടുന്നതെന്താ? യോർദാനെ, നീ പിൻവാങ്ങുന്നതെന്താ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ ദൈവം തൻ്റെ ജനത്തിന് വിടുതൽ നൽകിയെങ്കിൽ ആ ദൈവത്തിൻ്റെ കരം കുറുതായി പോയിട്ടില്ല. അവിടുത്തെ ചെവി മന്ദമായി പോയിട്ടില്ല. ഇന്ന് പകലും വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എത്ര പേർക്ക് വിശ്വസിച്ച ഈ ദൂത് ഏറ്റെടുക്കാൻ കഴിയും? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകട്ടെ. വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചില്ലേ? തീയുടെ ബലത്തെ കെടുത്തിയില്ലേ? വാഗ്ദത്തങ്ങൾ പ്രാപിച്ചില്ലേ? വാളിൻ്റെ വായ്ക്ക് തെറ്റി ഒഴിഞ്ഞില്ലേ? ആ അതിവിശുദ്ധ വിശ്വാസം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ വിളിച്ചു പറയുന്നു, ആ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം നിന്റെ അമ്മ ലോവീസിലും
നിൻ്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനിക്കയിലും നിന്നിലുമുണ്ട് എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ തലമുറകളെ നോക്കി, നമ്മളെ നോക്കി പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയട്ടെ, ആ വിശ്വാസം നിൻ്റെ വലിയമ്മയിലും അമ്മയിലും നിന്നിലുമുണ്ട്. ഓരോ ജനറേഷൻ മാറി മാറി വരുമ്പോഴും ദൈവാത്മാവ് പറയട്ടെ, ആ വിശ്വാസം, ആ പ്രാർത്ഥന, ആ ആരാധന നിങ്ങളിലുണ്ട്. അത് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് അവിടുത്തെ ആത്മാവ് നമ്മളെപ്പറ്റി സാക്ഷ്യം പറയട്ടെ. സദൃശ്യവാക്യം 16:20 തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വളരെ ശക്തമായൊരു ഭാഗമാണ്. ദൈവത്തിൻ്റെ വചനം വായിച്ചു വിടാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം കണ്ടിട്ട് മടക്കി വെക്കാനുള്ളതല്ല, അത് പ്രമാണിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നന്മകൾ കണ്ടെത്താനിടയായിത്തീരും. ഹല്ലേലൂയ. മനസ്സിലായോ? തിരുവെഴുത്ത് പ്രമാണിക്കുന്ന ഒരു വ്യക്തിയും നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്ന് 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ വചനം പ്രമാണിക്കുന്നവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനം പ്രമാണിക്കുന്നവരെ നന്മയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. വചനം പ്രമാണിക്കുന്ന ഒരു വ്യക്തിത്വം തകർന്നു പോകില്ല. നമുക്കറിയാം, പ്രമാണത്തിന് വേണ്ടി നിന്നതാ ദാനിയേൽ, അല്ലേ? വചനപ്രമാണം മുമ്പോട്ട് പോയ ഒരു വ്യക്തിത്വമാണ്. കൊട്ടാരത്തിലെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ വ്യക്തിത്വം രാജകീയ ഭോജനം കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് പറഞ്ഞ് പ്രമാണത്തിനു വേണ്ടി നിന്നവൻ, പ്രമാണം മുറുകെ പിടിച്ചവൻ. പ്രതികൂലം വന്നില്ലെന്ന് ഞാൻ പറയില്ല. നിയമമെതിരായി നിന്നു, കൊല്ലുവാൻ നോക്കിയ സമയങ്ങൾ, സിംഹത്തിൻ്റെ കുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ട സമയങ്ങൾ. പക്ഷേ ദാനിയേലിനെ ദൈവം മാനിച്ചില്ലേ? പ്രമാണത്തിനു വേണ്ടി നിന്നവനെ ദൈവം തകർത്ത് കളയാൻ വിട്ടുകൊടുത്തോ? ശദ്രക്ക് മേശക്ക് അഭേന്ദ്രവും അവരാ അത് പറഞ്ഞത്. പ്രമാണം വിട്ടൊരു പരിപാടിയിൽ ഈ വചനപ്രകാരം ജീവിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തീച്ചുളക്കകത്ത് പോയാലും വിടുവിച്ചില്ലെങ്കിൽ പോലും ഈ ദൈവം മതി. പ്രമാണം വിട്ട് പുറകോട്ട് പോകുന്ന പരിപാടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞോ? ദൈവം അവിടെ ഇറങ്ങി വന്നില്ലേ? കെട്ടഴിഞ്ഞവരായി തീക്കകത്ത് നടന്നില്ലേ? കെട്ടിയത് നെബൂഖദ്നേസർ ആണെങ്കിൽ അഴിക്കുന്നത് ദൈവമായി. ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, വചനം പ്രമാണിക്കുന്നവനെ ബന്ധിച്ചൊതുക്കാൻ ഒരു ശക്തിക്കും ദാനിയേലിനെ നിങ്ങൾ നോക്കൂ. അടുത്ത 3 രാജാക്കന്മാരുടെ ആണ്ടിലും ദാനിയേൽ ശുഭപ്പെടാനുള്ള കാരണം, നന്മ കണ്ടെത്താനുള്ള കാരണം, വചനം പ്രമാണിക്കുവാൻ തയ്യാറായി. നമുക്കറിയാം, നഥനീയേൽ ചോദിച്ചൊരു ചോദ്യം, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രയനെ അനുഗമിക്കാൻ തുടങ്ങിയാൽ നന്മയുടെയും ഒരു വലിയ കൂമ്പാരം തന്നെ ഉണ്ടാകും. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടരും. ചെയ്യേണ്ടത് വചനത്തിന് പ്രാധാന്യം കൊടുക്കണം, വചനം പ്രമാണിക്കണം, വചനപ്രകാരം ജീവിക്കണം. വചനം നമ്മുടെ അണ്ണാക്കിന് മധുരമായിരിക്കണം. എത്ര പേർ ഇന്ന് പകൽ ഈ വചനത്തിന് പ്രാധാന്യം കൊടുക്കും? ഈ വചനം ആലിംഗനം ചെയ്തവരെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. വചനത്തെ ഉയർത്തിയവർ താണുപോയിട്ടില്ല, അവർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ തിരുവെഴുത്തിലൂടെ പറയും. യോസഫിൻ്റെ അനുഭവം നോക്കൂ. പാപം ചെയ്യാൻ അവസരം വന്നപ്പോൾ സഹോദരങ്ങളും മാതാപിതാക്കളും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ, ചാർച്ചക്കാരും കൂടെയില്ല, പാപം ചെയ്താൽ മറ്റാരും അറിയില്ല, എല്ലാ അവസരങ്ങളും തനിക്ക് വന്നപ്പോൾ, ഒന്നുകൂടി പറഞ്ഞാൽ ജീവൻ അപകടത്തിലായ നിമിഷങ്ങൾ തെളിവുമായി ഒരാൾ നിൽക്കുകയാണ്. പക്ഷേ യോസഫിന് ഒരു പ്രഖ്യാപനമുണ്ട്. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഈ വചനം പ്രമാണിക്കും, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോവില്ല. സംഭവിച്ചത് എന്താണ് പ്രിയരെ? പ്രതികൂലം ശക്തമായില്ലേ? കാരാഗ്രഹത്തിലേക്ക് മാറ്റപ്പെടേണ്ടി വന്നില്ലേ? പക്ഷേ വചനത്തിന് വേണ്ടി അവിടെയും നിന്ന യോസഫ് കാരാഗ്രഹത്തിനകത്ത് വെളിപ്പാട് വ്യാഖ്യാനിക്കുന്നവനായി മാറി. പുറത്ത് സ്വപ്നം കണ്ടവൻ അകത്ത് കയറിയപ്പോൾ തകർന്നു പോയില്ല. വെളിപ്പാട് വ്യാഖ്യാനിക്കാൻ ദൈവം കൃപ നൽകി. പിന്നീട് നോക്കൂ, വലിയ നന്മയിലേക്ക് ദൈവം യോസഫിനെ കൊണ്ടുവന്നില്ലേ?
യോസഫിൻ്റെ മുമ്പിൽ സകലരും മുട്ടുകുത്തിയില്ലേ? പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവന് പ്രതികൂലമുണ്ടെങ്കിലും ദൈവം അനുകൂലമായി വെളിപ്പെട്ടു വന്ന് അവനെയും അവൻ്റെ കുലത്തെയും സഹായിക്കുമെങ്കിൽ ഈ പകൽ യോശുവയോടും ദൈവം അതാ പറഞ്ഞത്, നീ എവിടെ പോയാലും ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്, നീ അത് പ്രമാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യോശുവ അത് ഏറ്റെടുത്തെങ്കിൽ കാൽ വെച്ച ദേശത്ത് അവകാശമാക്കാൻ യോശുവയ്ക്കും കാലേബിനും കഴിഞ്ഞു. യോശുവയും കാലേബും ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു പറഞ്ഞാൽ പ്രമാണത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. ലോകവുമായി മിങ്കിളിയാതെ, ഇടകലരാതെ, അശുദ്ധിയോട് ചേർന്ന് നിൽക്കാതെ വിശുദ്ധിക്ക് വേണ്ടി നിന്നപ്പോൾ, പ്രമാണത്തിന് വേണ്ടി നിൽക്കപ്പോൾ, വചനത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ലെന്ന് ഇന്ന് പകൽ തിരിച്ചറിയാതിരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ വചനം പ്രമാണിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനം പ്രമാണിക്കാൻ തയ്യാറായാൽ നീയും നിന്റെ തലമുറയും നശിച്ചു പോകത്തില്ലെന്നും നശിച്ചു പോകുമെന്ന് പറയുന്നവർ മുമ്പാകെ വചനത്താൽ ജീവിക്കുമെന്നും വചനം ജീവിപ്പിക്കുമെന്നും വചനം പ്രമാണിക്കുന്നവൻ ദേശത്ത് തലയുയർത്തിപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് വ്യക്തമായി മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവാത്മാവ് ചില അടയാളങ്ങൾ നൽകാൻ പോകുക. സർവശക്തനായ ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, ഹല്ലേലൂയ. തിരുവെഴുത്ത് പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തുമല്ലോ, അവൻ തകർന്നു പോകത്തില്ലല്ലോ, അവൻ ക്ഷീണിച്ചു പോകാതെ ഓടുമല്ലോ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമല്ലോ. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവരെ ദൈവത്തിൻ്റെ ദയ ചുറ്റിക്കൊള്ളുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ബലം വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അന്ധകാര മണ്ഡലങ്ങൾ അഴിയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞത് തുറക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ചില വേദനകൾ ഇന്ന് പോൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സൗഖ്യം വ്യാപരിക്കട്ടെ. ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷോൾഡറിലേക്ക് ദൈവശക്തി ഇറങ്ങി വിടുതൽ വ്യാപരിക്കട്ടെ. തലയ്ക്കുള്ള മന്ദതകൾ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. അടഞ്ഞത് ചിലത് യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ തുറന്നു വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമോ? തിരുവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. അവൻ നന്മ കണ്ടെത്തും, അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. ഈ വചനം പ്രമാണിച്ചു ജീവിച്ചാൽ ഏറ്റവും വലിയ ശ്രേഷ്ഠകരമായ അനുഭവം, നിത്യജീവനിലേക്ക് പ്രവേശിക്കും, സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരും. അതിനായി കർത്താവ് നമ്മളെല്ലാം ഇടയാക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്തുപിച്ചു.